അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 10 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവും. അപ്പം ഭാര്യന്റെ ഫോണ് നമ്മളിങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇവക്കെന്താ ഞാൻ വേണ്ടത്? ഞാനിങ്ങ് ഇറങ്ങുന്നതിന് മുമ്പോള് തുടങ്ങി അടിച്ചു പിടിക്കാന്. ഞാൻ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇറങ്ങിയിട്ട് സ്റ്റെപ്പിന്റെ കാലിങ് എടുത്തു വെച്ചില്ല, അതിന്റെ മുമ്പിനോട് വിളി തുടങ്ങി. അത് പെണ്ണിന്റെ സ്വഭാവമാണ്. അവര് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് അങ്ങനെയൊന്നും സ്നേഹം പ്രകടിപ്പിച്ചാ പറ്റൂല. മോനെ, നീ പെണ്ണിനെ ആ വിവാഹം കഴിച്ചത് പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവൂ, പുരുഷന്റെ സ്വഭാവം ഉണ്ടാകൂല. പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പുരുഷൻ ഉണ്ടാകണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോൾ എന്തേ വിളിച്ചത്? ഒന്നുമില്ല, നിങ്ങൾ എവിടെ എത്തിന്ന് ചോദിക്കാനാണ്. ഞാൻ നിന്റെ വീടിന്റെ മേൽക്കൂര കാണുന്നുണ്ട്, അത്രയും ദൂരമൊന്നും ഞാൻ പോയിട്ടില്ല, ഞാനങ്ങ് വന്നോളാം. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജരെടുക്കാൻ പോവാണ്. അല്ലേ? നിങ്ങളാണല്ലേ ചില ഭാര്യമാരുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ പിന്നെ അടുത്ത ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജർ പറയാൻ വേണ്ടി പിന്നെ കൂടെ ഉള്ളവർക്ക് മോൾ ആക്കി കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാ ഉള്ളത്. 30 അങ്ങനെ ഹാജരെടുക്കണം, ആരൊക്കെയാ കൂടെ ഉള്ളത്. സ്നേഹം കൊണ്ട് ചോദിക്കാണ്, ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. സ്നേഹമാണ് അവർ നമ്മളെ മുന്നിൽ കാണിക്കുന്നത് എന്നുള്ള ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. അപ്പോഴേക്ക് എന്തിനാണ് ഞാൻ ഇറങ്ങുമ്പോ എന്റെ കൂടെ ആരായാൽ എന്താന്നൊക്കെ നമുക്ക് തോന്നുന്നത് പുരുഷന്മാരുടെ സ്വഭാവമാണ്. പുരുഷന്റെ സ്വഭാവം പെണ്ണിനുണ്ടാകൂല. പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ. ആ സ്വഭാവത്തെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പുരുഷന് സാധിക്കേണ്ടത്. അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. തൽക്കാലം അവളോട് ആരൊക്കെയാ കൂടുള്ളത് എന്ന് എണ്ണി പറയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, മോളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, ഞാൻ പുറത്താണ്, തിരക്കില്ലാണ്, ഒന്ന് ക്ഷമിക്കണേ, സമയമില്ലാത്തത് കൊണ്ടാണ്, കൃത്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നെങ്കിലും പറയാനുള്ള സന്മനസ് കാണിക്കണം. അവൻ ഇഷ്ടപ്പെടാത്തതും താല്പര്യപ്പെടാത്തതും അവൻ അറിയാതെയോ അവന്റെ വെറുപ്പിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ ദേഷ്യത്തിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടോ, സാഹചര്യങ്ങളുടെ കാരണം കൊണ്ടോ എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ നാവ് കൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പറഞ്ഞു പോയാൽ, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് സംസാരിച്ചു പോയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന് മടിയില്ലാത്തവനാകട്ടെ. ആളുകൾക്കും ഈമാനുള്ള ചെറുപ്പക്കാരെ, നല്ല സന്തോഷം തോന്നി നിങ്ങളെ നാട്ടിൽ വന്നപ്പോ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും സംഘടനക്ക് വ്യത്യാസമില്ലാതെ സുന്നികളായ മുഴുവൻ മുഅ്മിനീങ്ങളും ഒത്തുചേരുന്ന ഒരു സദസ്സാണ് എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോൾ ഒന്നുകൂടി സന്തോഷം തോന്നി. അതിന്റെ പേര് തഖ്വ എന്നാണ് എന്ന് പറഞ്ഞു. തഖ്വയുടെ പേരിലാണോ നമ്മൾ ഒത്തുചേരുന്നത്? വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, വയലുകളിൽ മാത്രമാകരുത്, നമ്മളൊരു മീറ്റിംഗിൽ പോലും ഒരിക്കലും നമ്മൾ അനാവശ്യം സംസാരിക്കുന്നവരാകരുത്, ആവശ്യമില്ലാത്തത് പറയുന്നവരാകരുത്, ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നവരാകരുത്. അതേ, എന്തിലധികം പറയാനാണ്. അതേ, കമ്മിറ്റിയിലും മീറ്റിംഗിലും മാത്രല്ല, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും നമ്മൾ ആവശ്യമില്ലാത്തത് പറയരുത് എന്നാണ് ഇസ്ലാം. ഏറ്റവും ബഹുമാനമുള്ള സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അഹ്സനുകും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഏറ്റവും നല്ല സൽസ്വഭാവികളാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുണ്ടാകേണ്ടവൻ, ഏറ്റവും വലിയ ബഹുമാനമുണ്ടാകുന്നവൻ സൽസ്വഭാവിയാണ് എന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അതിനെന്താണ് വേണ്ടത്? ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. നമ്മളെ തഖ്വന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്തായാലും നല്ല സ്വഭാവമായിരിക്കും എന്നുള്ള ഞാൻ പറയണ്ടില്ല. എന്തായാലും തഖ്വന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഗീബത്ത് പറയലുണ്ടാകൂല, ഒരു നമീമത്ത് പറയലുണ്ടാകൂല, ഒരു കുറ്റം പറയലുണ്ടാകൂല, ചീത്ത വിളിക്കലുണ്ടാകൂല, നിസാരപ്പെടുത്തൽ ഉണ്ടാകൂല. അവിടെ പിന്നെ സംഘടനയുടെ പേരിൽ അയാളെ പരിഗണിച്ചത് കൂടിപ്പോയി, ഇയാളെ പരിഗണിച്ചത് വേണ്ടതുപോലെ ആയില്ല, ഞങ്ങളെ സംഘടനയായതുകൊണ്ടാണ്, ഇവന്റെ സംഘടനയായതുകൊണ്ടാണ്. അതാണല്ലോ ഇബ്ലീസിന്റെ പരിപാടി. അതൊക്കെ ഇബ്ലീസിന്റെ ഡ്യൂട്ടിയാണ്. അയാൾക്ക് എങ്ങനെയുണ്ട് ഇവരെ വസ്വാസാക്കാൻ എന്നുള്ള ചിന്താഗതി അല്ലാതെ ഇബ്ലീസിന് ഉണ്ടാകൂല. ആ ഇബ്ലീസിന്റെ കൂട്ടാളികളായി നമ്മൾ മാറരുത് എന്നാ ഞാൻ പറഞ്ഞത്.
ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളാകണം. വിട്ടുവീഴ്ച ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ മനോഭാവം നമ്മൾ സമ്പാദിച്ചെടുക്കണം. അത് കമ്മിറ്റിയിലാകുമ്പോ എന്തായാലും ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നല്ല സ്വഭാവമായാലേ പ്രസിഡന്റ് ആകാൻ കഴിയൂ, നല്ല സ്വഭാവമായാലേ സെക്രട്ടറി ആകാൻ കഴിയൂ, നല്ല ശൈലിക്കാരനായാലേ ഫൈനാൻസിൽ കയറാൻ കഴിയൂ, നല്ല സ്വഭാവക്കാരനായാലേ നാട്ടുകാരുടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അത് വെറും തെക്കുവയുടെ കമ്മിറ്റിയിൽ മാത്രമല്ല, എല്ലാ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് വളർച്ച ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ നന്നാകാൻ അത് കാരണമാകും. അതേ സ്ഥാനത്ത് നമ്മുടെ കമ്മിറ്റിയിൽ മാത്രം നമ്മളെ സ്വഭാവം നന്നായാൽ പോരാ, ഒരു നിലക്കും മാറ്റാത്ത നമ്മളെ വീട്ടിലും നമ്മളെ സ്വഭാവം നന്നാകണം, നമ്മളെ കുടുംബത്തിലും നമ്മളെ സ്വഭാവം നന്നാകണം. ഭാര്യനോട് നല്ല സ്വഭാവത്തിൽ സംസാരിക്കുന്നവരാകണം, ഉമ്മയോട് നല്ല പെരുമാറ്റമുള്ളവരാകണം, മക്കളോട് നല്ല സ്നേഹവും സഹതാപവും ഉള്ളവരാകണം. അതുകൊണ്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിലെ വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് നല്ല സഹതാപം കാണിക്കുകയും ചെയ്യാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞാൽ പോലും ആ ബഹുമാനം കീപ്പ് ചെയ്യാൻ കഴിയണം. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തതാണ് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ താല്പര്യപ്പെടാത്തതാണ് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്തതാണ് പറയുന്നത്. എന്നാലും അത് കയ്പുള്ളതാണെങ്കിലും കടിച്ചിറക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ്? വലിയവരോട് ബഹുമാനം വേണമെന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യൗവനകാലം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യകാലം എന്ന് പറയുന്നത് മനുഷ്യനെ പലപ്പോഴും വഞ്ചിച്ച് കളയുന്നൊരു കാലഘട്ടമാണ്. എനിക്കല്ലേ ആരോഗ്യമുള്ളത്, ബാപ്പാക്കല്ലല്ലോ, ബാപ്പ ഞാൻ പറയുന്നത് പോലെയാണ് കേൾക്കേണ്ടത് എന്ന് ചിന്തിക്കരുത്. കാരണം ബാപ്പാക്കുള്ള എക്സ്പീരിയൻസ് നിനക്ക് ഉണ്ടാകൂല. ബാപ്പ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച് പഠിച്ച പാഠങ്ങൾ ഉണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് 10 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയൂല, 30 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയൂല. ഞാൻ 30 കൊല്ലം ജീവിച്ചിട്ടില്ലേ, 30 കൊല്ലം ജീവിച്ച 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിനക്ക് ഉണ്ടാവുകയുള്ളൂ. 60 കൊല്ലത്തെ ബാപ്പാന്റെ എക്സ്പീരിയൻസ് നിനക്ക് ഉണ്ടാകൂല. 70 കൊല്ലം ജീവിച്ച ഉപ്പാപ്പാന്റെ എക്സ്പീരിയൻസ് ഉണ്ടാകൂല. അപ്പൊ പിന്നെ വലിയവരെ ബഹുമാനിക്കല് നിർബന്ധമാണ്. ചെറിയവരാണെങ്കിലോ വയത് കേൾക്കുന്ന ഉപ്പമാരെ ചെറിയവരോട് നല്ല സഹതാപമുള്ളവരാകണം. അവർക്ക് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നതിന്റെ പേരിൽ അവരെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി നിസാരപ്പെടുത്തുന്നവരാകരുത്. മറിച്ചോ അവരെയും കൂടി ഉൾക്കൊള്ളുന്ന മനോഭാവം വേണം, അവരെയും കൂടി കൂട്ടിപ്പിടിക്കുന്ന മനോഭാവം വേണം. പണ്ട് കാലം മുതലേ വേണം, ഇപ്പോഴും വേണം. പണ്ടത്തെ കാലം പോലെ അല്ല ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ട് വേണം, പഴയ കാലം പോലെ പോരാ. പണ്ട് കാലം എന്ന് പറഞ്ഞാൽ ബാപ്പ ഒരു മകനെ വിളിക്കുമ്പോ എടാ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് ഒരു വിഷമമൊന്നും ഉണ്ടാകൂല. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ ലോകത്തിന്റെ പല ദിക്കുകളിലുള്ള സ്നേഹങ്ങളെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? പഴയകാലം എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിലും അവരുടെ സാഹചര്യത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ നാട്ടുകാരിലുള്ള സ്വഭാവം മാത്രമേ അവർക്കറിയുള്ളൂ. സ്വഭാവം മാത്രമല്ല ഇന്നത്തെ നമ്മളെ മക്കൾക്ക് അറിയുന്നത്. ആണോ ഇംഗ്ലീഷുകാരന്റെ സ്വഭാവം അറിയാം, അറബികളുടെ സ്വഭാവം അറിയാം, ഹിന്ദിക്കാരുടെ സ്വഭാവം അറിയാം, ഇപ്പൊ കൊറിയൻസിന്റെ സ്വഭാവം അറിയാം, അല്ലേ? ഭാഷയൊന്നും അറിയില്ല. അവരുടെ സ്വഭാവമൊക്കെ ഇപ്പൊ ഇങ്ങനെ സിനിമയിലൂടെയും അല്ലാത്തതിലൂടെ ഒക്കെ കുട്ടികളൊക്കെ പല വീഡിയോയിലും ചിത്രങ്ങളിലും കാണണ്ടെന്ന് വിചാരിച്ചാൽ പോലും അവരനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം റിയൽ ജീവിതം മാറി ശരിയായ ജീവിതം എന്താണ് എന്നറിയാതെ എന്തൊക്കെയോ ഇല്ലാത്ത റിയൽ വീഡിയോകൾ സമൂഹത്തിന് സമർപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് റിയൽ എന്നായിരിക്കും, യഥാർത്ഥത്തിൽ റിയലുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അല്ലെ? റിയൽ എന്നാണ് പേര്, പക്ഷെ റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അവരഭിനയിച്ച് കാണിക്കുന്ന ജീവിതം യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കിയാൽ ഒരു ബന്ധമില്ലാത്ത ജീവിതമായിരിക്കാം. പക്ഷേ നമ്മളെ മക്കൾ ഇത്തരം ജീവിതം ഉണ്ട് എന്ന് വിചാരിച്ച് അനുഭവിച്ച് കാണിക്കുന്നവരുടെ ജീവിതം കണ്ടിട്ട് എന്റെ വീട്ടിൽ മാത്രം എന്താ പടച്ച റബ്ബേ ഒരു നരകായി പോയത് എന്ന് മക്കൾ ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഏത് കാലത്തും അങ്ങനെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ അലൈഹിസ്സലാം അവിടുത്തെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ മംഗലാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ, മൂടബിദ്രിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാകുന്ന മകനെ അറുക്കാൻ വേണ്ടി റബ്ബിന്റെ ഓർഡർ വന്നപ്പോൾ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ അലൈഹിസ്സലാം ചെയ്ത പണി എന്താണ്? മോനെ ഒരു രക്ഷയില്ല, ഇന്ന് ഞാൻ എന്തായാലും അറക്കാൻ പോവാണ്, ഇനി എന്നോടൊന്നും പറയണ്ടെന്നാണോ? അല്ല,
എന്റെ റബ്ബ് നിന്നോട് അറക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് മുഖത്ത് നോക്കിയിട്ടൊന്നും പറയാൻ പാടില്ല. കാരണം എനിക്ക് നിന്നെക്കാളും വലുത് എന്റെ റബ്ബാണ്. നിന്നെ ഞാൻ എന്തായാലും അറുത്തിട്ട് മാറ്റിയിട്ടല്ലാതെ ഇനി മറ്റൊരു പരിപാടിക്ക് ഞാനില്ല. ഇങ്ങനെ പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയാത്തത് കൊണ്ടല്ല, പേടിച്ചത് കൊണ്ടല്ല, മകന് ഭയമുണ്ടായത് കൊണ്ടല്ല. അറക്കണം എന്ന് പറയുമ്പോഴേക്ക് ബാപ്പാനെ തിരിച്ചു കത്തി വാങ്ങിയിട്ട് കുത്തുമോന്ന് പേടിച്ചിട്ടല്ല. ചെറിയ പിഞ്ചു പൈതലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന ചെറിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ബാപ്പ പറഞ്ഞത് എന്താണ്? ഖുർആൻ പറയാണ്, മോനെ അന്നീ അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ ഞാൻ നിന്നെ അറുക്കാൻ പോവാണ് എന്നല്ല, അറുക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്പിയാക്കളെ സ്വപ്നം സാധാരണ സ്വപ്നം പോലെയല്ല. അമ്പിയാക്കളെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ല. അത് ദീനിൽ തെളിവാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ലല്ലോ. ആണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം നമ്മളെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ല. അതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നവും അമ്പിയാക്കളെ സ്വപ്നവും സാധാരണയല്ലെങ്കിൽ അവര് തന്നെ സാധാരണയല്ല എന്നുള്ളത് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. ദീനിൽ വലിയ തെളിവാണ് അവരെ സ്വപ്നം. അവരെ സ്വപ്നം പോലും സാധാരണയല്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണല്ലോ. അതല്ലേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, അവിടത്തേക്ക് ഉണ്ടായിരുന്ന പല സ്വപ്നങ്ങളുണ്ടല്ലോ. അവിടുത്തെ ബാപ്പക്കുണ്ടായ സ്വപ്നങ്ങളുണ്ടല്ലോ. അമ്പിയാക്കളെ സ്വപ്നം ഒരിക്കലും നമ്മളെ സ്വപ്നം പോലെയല്ല. അവരുടെ സ്വപ്നത്തിന് വലിയ പവറാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റബ്ബ് കൊടുത്ത സ്വപ്നത്തിലുള്ള ഓർഡറാണ്, മകനാറുക്കണേ. നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ത് ചെയ്തു? മോനെ ഇന്ന് എന്തായാലും അറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെ കിടക്കണമെന്ന് ഞാൻ പറയാം. കിടന്നോന്നല്ല പറഞ്ഞത്. പിന്നെ മോനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ അറക്കാനാ സ്വപ്നം കണ്ടത്. എന്റെ അഭിപ്രായം തടയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയാം, തോട്ടതെ ഓർമ്മ ഉണ്ടാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറിക്കോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ചു പോവോ? വളരെ ചെറിയ കുട്ടിയാണ് മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാം. പേടിച്ചു പോവൊന്നുമില്ല. പക്ഷേ കുട്ടികളോടാണെങ്കിൽ പോലും ഒന്ന് മുശാവറൊക്കെ ചെയ്ത് അവരെ കൂട്ടിപ്പിടിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നത് ഇത്രയും വലിയ പരീക്ഷണം നടക്കുന്ന സമയത്ത് പോലും മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹിസ്സലാം മറന്നുപോയില്ല. കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഭാര്യനോട് ചോദിക്കാൻ ഭയങ്കര മടിയാണ് അല്ലെ? ഭാര്യനോട് വീട്ടിലെ അഭിപ്രായം ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ആകരുത് എന്നാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട്. സൂറത്തു ശൂറ എന്ന പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ കാണാം. മുശാവറ ചെയ്യൽ വലിയ ബഹുമാനമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ട ഏറ്റവും നല്ല ഏറ്റവും വലിയ അമലി അത് സൽസ്വഭാവമാണ്. അഹ്സനുക്കും അഖ്ലാഖാ അശ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവം നമ്മൾ വീട്ടിലാണ് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്. കമ്മിറ്റിയിൽ നല്ല സ്വഭാവം കാണിച്ചില്ലേ നാട്ടുകാർ തച്ച് പല്ലു വെച്ച് കളിയോ? അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ നല്ല സ്വഭാവമായിരിക്കും, നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര ജോറായിരിക്കും. കാരണം തെറ്റിയിട്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. ജനങ്ങളൊക്കെയും ഒന്നിച്ചെതിരായ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ജനങ്ങളെ മുന്നിൽ ഭയങ്കര സ്വഭാവമാണ്. വീട്ടിലെത്തിയ വീട്ടുകാർ ഇവനെ പൊറപ്പിക്കുന്നത് പടച്ച റബ്ബേ എന്ത് വില കൊടുത്താലും മതിയാകൂല. അങ്ങനെ ആകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഭാര്യയോട് ഏറ്റവും നല്ല സ്വഭാവമുള്ള പന്നതി ഭർത്താവാകണം. ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭാര്യയാകണം. അതെങ്ങനെയാകല്? അഡ്ജസ്റ്റ് കൊണ്ടാണ് തീരല്. അല്ലാതെ ലോകത്തൊരാളും പരിപൂർണരായിട്ടുണ്ടാകൂല. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അങ്ങനെ തുടങ്ങി ഉമ്മാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. 9ഓളം സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ടായിട്ട് എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്
നബി തങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എന്ത് വേണമെന്നാ ഞാൻ പറഞ്ഞത്? ഏറ്റവും നല്ല സൽ സ്വഭാവിയാകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചിലപ്പം പ്രയാസം തോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കാണുമ്പോ തോറ്റുപോവാണ്. മറ്റുള്ള ഭാര്യമാർക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കാണുമ്പോ അങ്ങനെ തെറ്റാണോ, ഇങ്ങനെ തെറ്റാണോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചിലപ്പോ തോന്നൽ വരികയാണ്. ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ അങ്ങ് നോക്കുമ്പോ അവർക്ക് മനസ്സിലായാണ് തെറ്റ് നമ്മളെ കണ്ണിന്. അവിടുത്തെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടില്ല, ഒരു തെറ്റ് സംഭവിക്കൂല. ആ നിലക്ക് തികഞ്ഞ ജീവിതാണല്ലോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ഞാനിപ്പോ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. മഹദിയായ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു ഫാത്തിമ ബീവിയോട്, ബാപ്പാക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകിച്ച് എന്തോ ഒരു താല്പര്യം ഉണ്ടോ എന്നൊരു സംശയം. അയാൾ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഭാര്യമാർക്ക് ഇത് സ്വാഭാവികമാണ്. അത് സ്നേഹം കൊണ്ടാണ് വിശ്വസിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 10 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവും. അപ്പം ഭാര്യന്റെ ഫോണ് നമ്മളിങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇവക്കെന്താ ഞാൻ വേണ്ടത്? ഞാനിങ്ങ് ഇറങ്ങുന്നതിന് മുമ്പോള് തുടങ്ങി അടിച്ചു പിടിക്കാന്. ഞാൻ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇറങ്ങിയിട്ട് സ്റ്റെപ്പിന്റെ കാലിങ് എടുത്തു വെച്ചില്ല, അതിന്റെ മുമ്പിനോട് വിളി തുടങ്ങി. ഇത് പെണ്ണിന്റെ സ്വഭാവമാണ്. അവര് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് അങ്ങനെയൊന്നും സ്നേഹം പ്രകടിപ്പിച്ചാ പറ്റൂല. മോനെ, നീ പെണ്ണിനെ വിവാഹം കഴിച്ചത് പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവൂ, പുരുഷന്റെ സ്വഭാവം ഉണ്ടാകൂല. പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പുരുഷൻ ഉണ്ടാകണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോൾ എന്തേ വിളിച്ചത്? ഒന്നുമില്ല, നിങ്ങൾ എവിടെ എത്തിന്ന് ചോദിക്കാനാണ്. ഞാൻ നിന്റെ വീടിന്റെ മേൽക്കൂര കാണുന്നുണ്ട്, അത്രയും ദൂരമൊന്നും ഞാൻ പോയിട്ടില്ല, ഞാനങ്ങ് വന്നോളാം. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജരെടുക്കാൻ പോവാണ് അല്ലേ? നിങ്ങളാണല്ലേ ചില ഭാര്യമാരുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ പിന്നെ അടുത്ത ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജർ പറയാൻ വേണ്ടി പിന്നെ കൂടെ ഉള്ളവർക്ക് മോൾ ആക്കി കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാ ഉള്ളത്. 30 അങ്ങനെ ഹാജരെടുക്കണം, ആരൊക്കെയാ കൂടെ ഉള്ളത്. സ്നേഹം കൊണ്ട് ചോദിക്കാണ്, ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. സ്നേഹമാണ് അവർ നമ്മളെ മുന്നിൽ കാണിക്കുന്നത് എന്നുള്ള ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. അപ്പോഴേക്ക് എന്തിനാണ് ഞാൻ ഇറങ്ങുമ്പോ എന്റെ കൂടെ ആരായാൽ എന്താന്നൊക്കെ നമുക്ക് തോന്നുന്നത് പുരുഷന്മാരുടെ സ്വഭാവമാണ്. പുരുഷന്റെ സ്വഭാവം പെണ്ണിനുണ്ടാകൂല. പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ. ആ സ്വഭാവത്തെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പുരുഷന് സാധിക്കേണ്ടത്. അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. തൽക്കാലം അവളോട് ആരൊക്കെയാ കൂടുള്ളത് എണ്ണി പറയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, മോളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, ഞാൻ പുറത്താണ്, തിരക്കില്ലാണ്, ഒന്ന് ക്ഷമിക്കണേ, സമയമില്ലാത്തത് കൊണ്ടാണ്, കൃത്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നെങ്കിലും പറയാനുള്ള സന്മനസ് കാണിക്കണം. വിളിക്കുമ്പോ നമ്മൾ വിളിച്ചിട്ട് ഇപ്പൊ ഭാര്യ ചോദിക്കണം ആരാ കൂടെ ഉള്ളത്? തുടങ്ങിയില്ലേ എന്റെ ഹാജരെടുക്കല്? അങ്ങനെ ചോദിച്ചാ ഇവക്ക് തോന്നും എന്തോ കള്ളക്കളിയാണോ പഠിച്ചോനെ. പിന്നെ വീട്ടിൽ വന്നാ തോന്നും ഇവളെ ഫോൺ എങ്ങനെയാണ്, ഇവന്റെ ഫോൺ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാ തുറന്നു നോക്കല്. ഉറങ്ങുമ്പോൾ കണ്ണിന്റെ അടുത്ത് വന്ന് വെച്ച് നോക്കും, കൈ വെടിച്ച് വെച്ച് നോക്കും, എങ്ങനെങ്കിലും തുറക്കാൻ പറ്റുമോ നോക്കും. പിന്നെ ഓളും നീയും തമ്മിൽ തർക്കം തുടങ്ങാൻ ഇത് കാരണമാകും. അതില്ലാതിരിക്കാനാ ഞാൻ പറഞ്ഞത്, പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാകും, അത് ഉൾക്കൊള്ളാൻ കഴിയണം. ലോകത്ത് അക്മലുൽ ഖൽഖായി അല്ലാഹു പടച്ച നേതാവാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും പരിപൂർണതയുള്ള നേതാവ്. ആ നേതാവ് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്താറില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ. എന്നിട്ടും ഭാര്യമാർക്ക് സംശയം തോന്നുകയാണ് ആയിഷ ബീവിനോട് എന്തോ കൂടുതൽ സ്നേഹമുണ്ടോ. ഭാര്യമാരെല്ലാരും കൂടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഓലിങ് തീരുമാനമായി, നമ്മളെല്ലാരും കൂടി ഇനി ആയിഷ ബീവിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ അവരാ ആരോടെ ഇപ്പൊ ചോദിക്ക, ഇപ്പൊ ആരാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എല്ലാവർക്കും പേടി. അപ്പൊ അവര് തീരുമാനിച്ചു നമുക്ക് ഫാത്തിമ ബീവിനോട് പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോയില്ലോ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഫാത്തിമ ബീവിനെ പിടിക്കാം. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി. ചരിത്രം വിശാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സംഭവം വിശദീകരിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഭാര്യമാരൊക്കെ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ആയിഷ ബീവിയോട് പ്രത്യേകം എന്തോ ഒരു താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടുള്ള മറുപടി, മോളെ നീ എന്റെ മോളാണ്, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. ഫാത്തിമ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മക്കളാകുമ്പോൾ ഇത്തരം വിഷയത്തിൽ ഇടപെടണ്ട എന്നാണ് പറഞ്ഞതിന്റെ സൂചന. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ നീ എന്റെ മോളാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യമാർക്കും മനസ്സിലായി ഇപ്പൊ അവിടെ വേവൂല. അപ്പൊ അവര് തീരുമാനിച്ചു, എന്നാ പിന്നെ കൂട്ടത്തിലുള്ള ഒരാൾ പോയി ചോദിക്കട്ടെ. അങ്ങനെ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ തിരക്ക് സെലക്ട് ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ സെലക്ട് ചെയ്തു. സൈനബ ബീവി റളിയല്ലാഹു അൻഹ പോയി ചോദിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് സൈനബ ബീവി റളിയല്ലാഹു അൻഹ പോയി. സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ചെല്ലുമ്പോ രസാദല്ല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എന്നറിയോ? സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്ന കഥ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മമാരെ, ആയിഷ ബീവിയുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാൻ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സമയം പറയാണ്, സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഇത് ചോദിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വരികയാണ്. സൈനബ ബീവി ആരാണ് എന്നറിയോ? തഖ്വ ചെയ്യുന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ബീവി ആയിഷ. ചോദ്യം ചെയ്യുന്ന ആരെ കാര്യ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം. അത് ഉദ്ധരിക്കുന്നത് ആരാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്താണ്, ഈ ഇത്ര നല്ല തഖ്വയുള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതുപോലെ സദഖ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അയാൾ കേൾക്കുന്ന ഉമ്മമാരെ, മാതൃകയാക്കേണ്ട സ്വഭാവമാണ് കേട്ടോ. ഒരു ദിവസം തക്കാളിക്ക് അയൽവാസിയുടെ വീട്ടിലേക്ക് അയച്ചത് മുതൽ തുടങ്ങിയതാണല്ലോ അവള് പോയിട്ട് കൊമ്പ് കോർക്കല്. തക്കാളിക്ക് അയച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇവിടെ തക്കാളി ഇല്ല. വന്ന് പറഞ്ഞവൻ പറഞ്ഞു, ഇവിടെ അങ്ങനത്തെ തക്കാളി ഒന്നും ഇല്ല എന്നാ മറുപടി കിട്ടിയത് എന്ന് പറഞ്ഞു. അതോടൊപ്പം നിന്നെ അയൽവാസി ശത്രുവായി പോയി അല്ലേ. നിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് അപ്പുറത്തെ വീട്ടിന്റെ ഒരു മണ്ണ് ചെറുതായിട്ട് ഇടിഞ്ഞു വീണത് മുതൽ അവളുമായിട്ട് പിണക്കത്തിലാണ് അല്ലേ. നമ്മളെ സ്വഭാവത്തിന്റെ ദൂഷ്യമാണ് ഉമ്മമാരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പോലും ആയിഷ ബീവിക്ക് അവിടത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയാനില്ല, വിഷമം പറയാനില്ല, പോരായ്മ പറയാനില്ല. തഖ്വയുള്ള പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ബഹുമതിയായിട്ട് പറയുന്നത്. ഇതുപോലെ സദഖ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മൗലിദ് ഓതുന്നത്. ഓ ഉമ്മമാരെ, മറ്റുള്ളവരുടെ പോരായ്മകൾ എടുത്തു പറയുന്നതിന് പകരം നമ്മൾക്ക് അറിയുന്നവരുടെ ബഹുമാനങ്ങൾ എടുത്തു പറയാൻ പഠിക്കണം. അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ എടുത്തു പറയാൻ നമുക്ക് സാധിക്കണം. പോരായ്മകളില്ലാത്തവരായിട്ട് ഒരാളുമില്ല. ഉണ്ടോ? ഏതെങ്കിലും ആളുകളുണ്ടോ പോരായ്മയില്ലാത്ത ഒരൊറ്റൊരാളെ കാണിച്ചു? എന്നെ കാണിച്ചു തരുക ഇല്ല. വയൽ കേൾക്കാൻ വന്ന ഒരാളെ കാണിച്ചു തരും? ഒരാളുണ്ടാകൂല. അക്മലുൽ ഖൽഖായിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകാം, അമ്പിയാക്കൾ ഉണ്ടാകാം, ഔലിയാക്കൾ ഉണ്ടാകാം. അതല്ലാതെ യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യനാണോ? അവർക്കൊരിക്കലും പരിപൂർണനാകാൻ കഴിയൂല. പോരായ്മകൾ ഉണ്ടാകാം, അതേ തകരാറുകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ നന്മകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയുണ്ടല്ലോ, അവിടെ അല്ലാതെ വിജയം കണ്ടെത്താൻ സാധിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൈനബ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചിന്തിച്ചോ? ഇല്ല. ഏതെങ്കിലും ഒരു നെഗറ്റീവ് എഴുതി വിടാനുള്ള സാഹചര്യമാണ് എഴുതി വിട്ടാലോ എന്ന് ചിന്തിച്ചോ? ഇല്ല. ആ സമയത്തും സൈനബ ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനം പറയാണ്. സൈനബ ബീവിയുടെ മൗലിദ് ഓതുകയാ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയയുടെ ബാക്കിയായി, ആയിഷ ബീവിനോട് റസൂലുള്ളാഹിക്ക് എന്തോ സ്നേഹം കൂടുതൽ ഉണ്ടേനോ? വലിയരെ അതിനെപ്പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ കൂടുതൽ ബഹുമാനം, എന്തോ സ്നേഹം ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യമാണ്. ഉണ്ടായിരുന്നോ? ചോദിക്കട്ടെ. ആ ചോദ്യത്തിന്റെ ഉത്തരം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരോടുള്ള സ്നേഹം തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താ ഉണ്ടായത്? മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കൂടുതൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അത്ര ഇൽമുള്ള പെണ്ണായിരുന്നു, അത്ര നല്ല ജീവിതം നയിച്ച പെണ്ണായിരുന്നു. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായിരുന്നു. അങ്ങനെ ഒരുപാട് ബഹുമതിയുള്ള മോളാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സ്നേഹം ഉണ്ടായിട്ടില്ല, മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. സ്നേഹം ഒരുപോലെയാണ്. ഭാര്യനെ ഫ്രണ്ടായിട്ട് കണക്കാക്കരുത്.
ഭാര്യനെ ഫ്രണ്ടായിട്ട് കണക്കാക്കുന്ന ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്നല്ല, ഭാര്യമാർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പും വേണം, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ സാധാരണ ഒരു ഫ്രണ്ടിനെ പോലെ ഭാര്യനെ കാണരുത്. അതെന്താ ഭാര്യ എന്ന് പറഞ്ഞാല്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ പോകുമ്പോ ചിരിക്കും, സലാം പറയും, അവൻ കഴിഞ്ഞ് പോയാൽ പിന്നെ അടുത്ത കൊല്ലത്തെ വേദന ആ ഫ്രണ്ടിന് ചിലപ്പോൾ നമ്മൾ ഓർമ്മ ഉണ്ടാവുള്ളൂ, അടുത്ത പരിപാടി വരുമ്പോ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുപോലെ ഭാര്യനും ആയി കിട്ടണം എന്ന് വിചാരിക്കരുത്. നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് മാത്രം എന്തെല്ലാം അസുഖം തന്നെയല്ലേ റാഹത്തല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ ഉണ്ടാവൂല. അവക്ക് ഏത് സമയത്ത് നമ്മൾ അവൈലബിൾ ആകണം. എന്ത് തിരക്ക് പറഞ്ഞാലും, എന്ത് തന്നെ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും ഭാര്യനെ ഭാര്യയായിട്ട് തന്നെ കാണണം. അപ്പോഴേ അവർക്കത് മതിയാകുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു സമയം നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചു കൊടുക്കണം. അവരോട് വെറുപ്പ് പിടിക്കാൻ പാടില്ല, അവരോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ അവരാദ്യം വിളിച്ചിട്ട് എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഹാജരെടുക്കും. അതും കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പോകുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വിളിച്ചിട്ട് എന്താ ചോദിക്കേണ്ടത് തിരിയാത്തോണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാ എത്തിയത് അല്ലേ. അപ്പൊ ചോദിക്കുമ്പോ എവിടെയാ എത്തിയത് എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് എത്തി. അതെന്താ ഇത്ര ലേറ്റ് ആയത്? അല്ല നമ്മളെ ട്രെയിന് ലേറ്റ് ആയതിന് എനിക്കിപ്പോ എന്തോ ചെയ്യാൻ പറ്റുമോ? ട്രെയിനല്ലേ ലേറ്റ് ആയത്, ഞാനല്ലല്ലോ. ഞാൻ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്, ട്രെയിനിന്റെ ഉള്ളിലിരുന്ന് ഓടിയത് കൊണ്ട് ഞാൻ നേരത്തെ എത്തൂലല്ലോ എന്നൊന്നും ഓളോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് അവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് പുരുഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ സ്വഭാവത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതരായവർ, ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള ഉപ്പമാരെ, ആ ഒരു സ്വഭാവവും ശൈലിയും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ കല്യാണത്തിന്റെ മുമ്പ് കാണുന്ന സ്വഭാവം അതാണ് ഭർത്താവിന്റെ സ്വഭാവം എന്ന് പെങ്ങന്മാരെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ചില സ്ത്രീകൾ വിചാരിച്ചത് ഈ ചാറ്റിങ്ങിലൊക്കെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ശരിയായ പുരുഷന്റെ സ്വഭാവം എന്നാ. അങ്ങനെ സ്ത്രീകളും വിചാരിക്കരുത്, സ്ത്രീകളെ മോശത്തരാണ്. അങ്ങനെയാണോ? പുരുഷന്റെ സ്വഭാവം കല്യാണത്തിന്റെ മുമ്പ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴുള്ള സ്വഭാവമാണോ ശരിയായ സ്വഭാവം? അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ഒരു ചാറ്റിങ്ങും ചെയ്യണ്ട. എന്താ കാരണം? വിവാഹം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടേ കാര്യമുള്ളൂ. സ്വപ്ന ലോകത്ത് ജീവിക്കുമ്പോഴുള്ള സംസാരം കണ്ടിട്ട് നീ കല്യാണം കഴിച്ചാൽ ചില 2ാമത്തെ ദിവസം തന്നെ രണ്ടാളും പിരിയേണ്ടി വരും അല്ലേ? അങ്ങനെയല്ലേ? വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴാണില്ലേ ചില ആളുകൾ വിദേശ രാജ്യത്തായിരിക്കും ഉണ്ടാകുക. തലവേദനയാണെന്ന് പറയുന്ന ആര് കാമുകി തലവേദനയാണെന്ന് പറയും. മോനങ്ങന്ന് ചോദിക്കാണ്, ഞാൻ ടിക്കറ്റ് എടുത്തങ്ങ് വന്നാലോ? ഭാര്യ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും തലവേദനയാണ്. നിനക്കവിടുന്ന് തലവേദനയായ എനിക്കും തലവേദനയാണ്, ഒരു സ്വൈര്യവും തരണ്ടെന്നാ അവന്റെ മറുപടി. രാജസ്ഥാനത്തെ ചാറ്റ് ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, ഓള് വിളിച്ചിട്ട് തലവേദനയാന്ന് ചോദിക്കും. മോൻ അങ്ങനെയുള്ള മറുപടി, ഞാൻ ടിക്കറ്റ് എടുത്തങ്ങ് വന്നാലോ അല്ലെ? ചോദ്യം കേട്ടാ തോന്നി എന്തൊരു പഞ്ചാര വാക്കാ പഠിച്ചോനെ, ഇങ്ങ് എത്തിക്കിട്ടിയാ മതിയായിരുന്നു. എത്തിയിട്ട് വേണ്ട ഇതിനെ സൈക്കിളിന്റെ കോലം തിരിയണമെങ്കിൽ അല്ലെ? അത് സ്വാഭാവികമായി ഇബ്ലീസ് ഉണ്ടാക്കുന്ന ചില പഞ്ചാര വാക്കുകളാ. അത് കേട്ടിട്ട് അതാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം എന്ന് വിചാരിക്കരുത്. എല്ലാ പുരുഷനും ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. പുരുഷന്മാരെ ശരിയായ സ്വഭാവം തിരിയണമെങ്കിൽ കുറച്ച് ദിവസം പുരുഷന്റെ കൂടെ ജീവിക്കണം. അപ്പൊ ആ പുരുഷന്റെ സ്വഭാവം മനസ്സിലായ പുരുഷൻ ഒരിക്കലും പെണ്ണിനെ പോലെയല്ല. അവന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനാക്കണം. ഭാര്യമാർക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്കെല്ലാം പറ്റിയ കുറെ സമയം വേണം. എല്ലാറ്റിനും സമയമെടുത്ത് ചിന്തിച്ച് ആലോചിച്ച് അത് 4 ആളുകളോട് പറഞ്ഞിട്ടൊക്കെ വേണം അവർക്ക് ചെയ്യാന്. പുരുഷൻ അങ്ങനെയൊന്നുമല്ല. പുരുഷൻ അപ്പൊ തന്നെ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവനക്ക് അവന്റെ വയ്ക്ക് വേണം. അതാണ് പുരുഷന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് പെണ്ണിനും വേണം. നല്ല ഭർത്താവുണ്ട്, പക്ഷേ ഭർത്താവ് ഇടയ്ക്കിടെ വിളിച്ചിട്ട് നീ എന്താ കഴിച്ചത് എന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ ഭർത്താവിനെ സ്നേഹിക്കാത്ത പെങ്ങളായി പോകരുത് ഉമ്മമാരെ. നീ എന്താ കഴിച്ചത് എന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ, നീ എന്തൊക്കെയാ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ, നിന്റെ വീട്ടിൽ എന്തൊക്കെയാ നീ വാങ്ങിയത് എന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ, ഓ പെങ്ങന്മാരെ, ഭർത്താവിന് എന്നോട് സ്നേഹമില്ലാന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ചില ആള് ചോദിക്കും, ചില സ്ത്രീകള്, ഇന്നാലിന്ന ചങ്ങായി എന്നെ വാട്സപ്പിൽ അങ്ങനെ ചോദിച്ചല്ലോ. മോനെ, അത് ഭാര്യയായിട്ടല്ല ചോദിച്ചത്, അത് ഇബ്ലീസ് കൊടുത്ത ചില രുചികളാണ്. അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാണാനുണ്ടാകൂല. യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവന്റെ ജീവിതത്തിലും കാണാനുണ്ടാകൂല. അത് കണ്ടിട്ട് അതായിരിക്കും യഥാർത്ഥത്തിൽ സ്വഭാവം എന്ന് വിചാരിച്ചിട്ട്, ഓ പെങ്ങളെ, കാണുന്നവന്റെ പിന്നാലെ 2 മക്കളെയും കൈ കഴിച്ചിറങ്ങിപ്പോയാൽ, കാണുന്നവന്റെ പിന്നാലെ 2 മക്കളെയും വലിച്ചെറിഞ്ഞിറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകൂല. അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത്, ഇതുവരെയുള്ള വാപ്പാക്ക് ഒന്നുമില്ലെങ്കിലും മക്കളെ കയ്യിൽ ഫോൺ കൊടുത്താലെങ്കിലും വീഴ്ത്താമായിരുന്നു അല്ലേ?
ഭർത്താവിനെ എപ്പോഴും വീഴ്ത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടികൾ സ്ത്രീകളൊക്കെ എടുക്കലുണ്ടാവും. വിളിച്ചിട്ട് എടുക്കുന്നില്ല, നല്ല നിലക്ക് സംസാരിക്കുന്നില്ല. അവ നമ്മളെ സംസാരിച്ച് പഠിക്കുന്ന മോളില്ലേ, ഓളെ കൊണ്ട് ബാപ്പാന്നൊന്ന് വിളിപ്പിച്ചാൽ മതി, അപ്പൊ അവന്റെ സ്വഭാവം ശരിയായ നല്ല സ്വഭാവമാവും. അങ്ങനെ ചില കാണില്ലേ, മക്കളെ ആദ്യം ഫോണിൽ വിളിക്കുക, ഭാര്യ ആദ്യം ഫോൺ എടുക്കൂല, എന്നെ ഭാര്യ മക്കളെ കൊണ്ട് ഫോണിൽ വിളിപ്പിക്കൂ അല്ലെ. അപ്പം ഭർത്താവ് എത്ര തിരക്കിലാണെങ്കിലും ആ കുട്ടികളെ സൗണ്ട് കേൾക്കുമ്പോ ഭർത്താവിന്റെ സ്വഭാവം അങ്ങ് മയാവും. കാണില്ലേ നിങ്ങൾ? ഈ ചാൻസും കൂടി ഇല്ലാതെയാകും ഏതോ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ. കാരണം കുട്ടികൾ പിന്നെ കൂടെ ഉണ്ടാകൂല, കുട്ടികൾ വിളിച്ചാ പിന്നെ കേൾക്കുന്ന ശൈലി ഉണ്ടാകൂല. അതുകൊണ്ട് അത് കേൾക്കുന്ന പെങ്ങന്മാര് ഓൺലൈനിൽ ചതിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഏതെങ്കിലും കാമുകന്മാരെ സ്വഭാവങ്ങളിട്ട് അതാണ് സ്വഭാവം എന്ന് വിചാരിച്ചിട്ട് ഏതോ കാമുകന്റെ പിന്നിൽ ഇറങ്ങിപ്പോയാൽ പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല.